ഹലോ ഫ്രണ്ട്സ്, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് പനീറാട്ടോ. പനീർ ഞാൻ ഫ്രൈ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും പറയും പനീറിൽ ഫ്രൈ ആക്കുമ്പോൾ മസാല പിടിക്കില്ലാന്ന്. ഇത് നല്ല ഉഷാറായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതുപോലെ ഇത് ഇങ്ങനെ കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെയോ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ്. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. ഞാനിവിടെ 500 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പം ഇതങ്ങ് ഫുള്ളായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ പീസായിട്ട് മുറിക്കരുത്, ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിൽ നമ്മൾ ഈ പനീർ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മസാല വരട്ടുമ്പോഴും ഫ്രൈ ചെയ്യാൻ ഇടുമ്പോഴൊക്കെ ഇത് മുറിഞ്ഞു പോകും, പീസ് പൊടിഞ്ഞൊക്കെ പോകും. ഞാൻ ഈ ഒരു സൈസിലാട്ടോ മുറിച്ചെടുത്തത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ പനീർ കണ്ടില്ലേ, ഇതുപോലെയാണ്. ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിയാതെയൊക്കെ പൊട്ടിപ്പോവാതെയൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു സൈസിൽ എല്ലാവരും ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് വേണ്ട മസാല ഇനി നമുക്ക് റെഡിയാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. അത് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ നിങ്ങളുടെ സ്പൈസി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ വിനീഗർ, ഞങ്ങൾ സുർക്ക എന്ന് പറയും, അപ്പോൾ അത് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് 2 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ നമുക്ക് മസാല ഈ പനീറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മസാല ഈ പനീറിലേക്ക് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ജാറിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറന്നു പോകരുത്, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഇതിപ്പോൾ ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, അപ്പോൾ അതിനൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് എൻ്റെ പനീറിലേക്ക് പുരട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെയാണ് മസാല പുരട്ടാൻ ശ്രമിച്ചു നോക്കിയത്. ജാറിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മസാല ഇട്ടിട്ട് പനീർ മിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വർക്കൗട്ട് ആയില്ല കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരു സംതൃപ്തി ആയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കടായി എടുത്തു. കടായിലേക്ക് ഈ മസാല ആഡ് ചെയ്തു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
ഈ പനീർ എല്ലാം കൂടെ ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ മസാല പുരട്ടാൻ ഈസി ആയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഈ കടായിലേക്ക് ഇട്ട സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എൻ്റെ പനീർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പനീർ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ എൻ്റെ പനീറിൽ പെരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രൈ ആക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിത് ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. രാത്രി പുരട്ടി വെച്ചു. പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഇത് പിന്നെ ഞാൻ ഫ്രൈ ആക്കിയത്. അപ്പോൾ ഒരു രാവിലെ ആയപ്പോൾ തന്നെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ഒരു ഉച്ച നേരത്താണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് എണ്ണ മതി. നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീൻ വറുക്കുന്ന പോലെ അങ്ങനെ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യം. അപ്പൊ ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പനീർ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഓരോ പീസായിട്ട് ഇങ്ങനെ പെറുക്കി വെക്കുകയാണ് ചെയ്തത്. ഒന്നിച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് ബോറായിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യാണ് എളുപ്പം. അപ്പൊ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ പനീറിന്. പനീർ പെട്ടെന്നാവും. അപ്പൊ നമ്മളിത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ പനീർ ഈ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മളതൊരു ഭയങ്കര കട്ടിയായി മാറും. നമുക്ക് ഒരുപാട് ഹാർഡായി പോകും. അത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരുപാട് നേരം ഒന്നും ഇടണ്ട, കുറച്ച് നേരം ഇടും. ആ മസാല ഒന്ന് കുക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മസാല ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിടണം. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നീട് ഇത് വീണ്ടും മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് വേഗം ഇത് എടുക്കാം ഇതിൽ നിന്ന്. അപ്പൊ എനിക്കിതൊരു 5 മിനിറ്റ്സ് പോലും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പൊ ഒരു സൈഡ് കുക്കായി തോന്നുമ്പോൾ നമുക്ക് വേഗം മറിച്ചിടണം. അതായത് മസാലയുടെ വേവാണ്, ആ മസാലേന്റെ റോ ടേസ്റ്റ് പോകുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത്.
അപ്പൊ ഇതാ എൻ്റെ പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. 2 സൈഡും നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, നമുക്ക് അധികം എണ്ണേന്റെ ആവശ്യമൊന്നും വന്നില്ല. അതിലിപ്പോഴും കുറച്ച് എണ്ണ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ട. അപ്പോൾ നമുക്കിനി നമ്മുടെ പനീർ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇതിപ്പോ നമുക്ക് റെഡി ടു സെർവ് ആയി. നമുക്കിത് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാം, വെറുതെ ഇരിക്കുമ്പോൾ കുറിക്കാം, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് പോലെ കഴിക്കാം. അപ്പൊ അതാ എൻ്റെ പനീർ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ ഇതുപോലെയാണ്, നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് റഫ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം എങ്ങനെയുള്ളത് എന്നുള്ളത്. അപ്പൊ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.